ഏയ് ഗൈസ്, ഇന്നൊരു മടി പിടിച്ച ദിവസമായിരുന്നു. അപ്പോൾ ഒരു വാട്ടർ ഈറ്റിനെ ഡേ ചെയ്താലോ. രാവിലെ എണീറ്റ് കൈയും കഴുകി മാമണ്ണായിരിക്കാൻ ഞാൻ നാട്ടിലല്ലോ. അപ്പോഴാണ് ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കിയത്. എല്ലാം തന്നെ ഉണ്ടാക്കണം. സോ ഞാൻ രാവിലെ എണീറ്റ് ചായ ഇട്ടു, പിന്നെ ഒരു റെഡിമെയ്ഡ് നാൻ ചുട്ടു. അപ്പോഴേക്ക് ചായ നല്ല വെട്ടിത്തിളച്ചു. അവി പറക്കുന്ന ചായ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അടിച്ച് പതപ്പിച്ച് ചൂടോടുകൂടി ഊതി ഊതി ഗുപ്തനെ പോലെ കുടിക്കാനാണ് എനിക്കിഷ്ടം. ദീപശിഖ എന്തിയ വനിതയെ പോലെ ഫുഡും എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ തലേ ദിവസത്തെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. പൊട്ടൽ ലോട്ടറി അടിച്ച പോലെ ചിക്കൻ കറിയും കൂട്ടി ഞാൻ ഫുഡ് ടേസ്റ്റ് ചെയ്തു. സത്യം പറയാമല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചായയ്ക്ക് ആണെങ്കിൽ കറക്റ്റ് കടുപ്പമായിരുന്നു. അതോ ഇനി എനിക്ക് വിശന്നിരുന്നോണ്ട് തോന്നിയാണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ വയറ് നിറച്ച് കഴിച്ചു. രാവിലെ ഉണ്ടാക്കി ചായ ഇച്ചിരി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊരു സമയമായപ്പോഴത്തേക്ക് ഞാൻ അതും എടുത്ത് കുടിച്ചു. ഉച്ചയ്ക്കത്തേക്ക് എന്ത് കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഫ്രിഡ്ജ് കാലിയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ബീൻസും മുട്ടയും കൂടെ ഇട്ടൊരു തോരനുണ്ടാക്കി തലേ ദിവസം ചിക്കൻ ഫ്രൈയും കൂട്ടി ഞാനൊരു പിടി പിടിച്ചു. ചോറ് കഴിച്ച ക്ഷീണത്തിൽ പെട്ടെന്ന് തേച്ചോടെന്ന് വിചാരിച്ചു ഒരു ഓറഞ്ചും കൂടെ ഞാൻ കുത്തിക്കയറ്റി. ഈവനിങ് ആയപ്പോൾ ഷടയിൽ നിന്ന് ഒരു ഗുളിയൊക്കെ പാസ്സാക്കി ചായ ഇട്ടു. ചായ ഇട്ടിട്ട് ചായയുടെ കൂടെ എന്തുണ്ട് കഴിക്കാനെന്ന് തപ്പി നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് മണാക്ക ബിസ്ക്കറ്റും അച്ചപ്പവും ഉണ്ടായിരുന്നു. പിന്നെ അത് രണ്ടും കൂടെ ഒരു പാത്രത്തിലോട് തട്ടിയിട്ട് നേരെ ചായയുടെ കൂടെ അതും അകത്താക്കി. രാത്രി സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു. ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ കൂടെ ഒരു അച്ചാറും കൂടെ കൂട്ടിയെടുത്ത് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.